നമസ്കാരം. ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ, ട്രിവാൻഡ്രം. ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കുട്ടികളിന്. ഈ ഉറക്കം ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇംഗ്ലീഷിലൊരു ടെർമിനോളജി ഉണ്ടല്ലോ, സ്ലീപ്പിംഗ് ലൈക്ക് എ ബേബി. നമുക്ക് എത്ര പേർക്ക് എല്ലാ ദിവസവും നമ്മൾ അതുപോലെ ഉറങ്ങുന്നുണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഒരു 50% ഓഫ് ദി പീപ്പിൾ അങ്ങനെ ഒരു നല്ലൊരു ഉറക്കം കിട്ടിയിട്ട് കുറേ കാലമാവും. പ്രത്യേകിച്ചും ഒരു 35 ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാല്. ഉറക്കക്കുറവിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ അണ്ടർലൈങ് എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഉറക്കം തന്നെ തെറ്റുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ഉറക്കത്തെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നതും പുള്ളിക്ക് കാണാനൊക്കെ ഒരു എറൗണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു ശരീരപ്രകൃതി. വേറെ ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ടുള്ള കുറച്ച് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഗ്യാസിന്റെ പ്രശ്നമായിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെയധികം കാലിലെ 3 വിരലിൽ മാത്രം വളരെയധികം തരിപ്പ്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്ത് വന്ന സമയത്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാല്, ഇദ്ദേഹത്തിന് ഉറക്കം തീരെയും കിട്ടുന്നില്ല. അപ്പം കൂടുതൽ കൂടുതൽ ഡെഫിനിറ്റ്ലി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നു. അപ്പം ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല്, ഈ ഇടയ്ക്ക് പുള്ളിയുടെ അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്യേണ്ട വന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് ഒരു 2 വർഷത്തോളം കടന്നുപോയി. അതിനുശേഷം അദ്ദേഹത്തിന് നോർമലായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുന്ന നമ്മളൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ അച്ഛനമ്മമാര് വയ്യാണ്ടാകുമ്പം നമ്മളവരെ പരിചരിക്കാൻ നിൽക്കുന്നു. അപ്പം ആയിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നോക്കാൻ സാധിക്കില്ല. അപ്പൊ ഇദ്ദേഹം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൈകാലുകളിൽ തരിപ്പ്, അവിടെ ഇവിടെ എല്ലാം ഉള്ള വേദന, വളരെയധികം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് തന്നെ വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ ഈ അവസരത്തിൽ നമ്മുടെ കൺസൾട്ടേഷന് വന്നപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് ഇവിടെ. എന്തൊക്കെയാണ്? ഉറക്കം ശരിയാക്കണം, ഡൈജഷൻ നമ്മുടെ ദഹനം, കാരണം ഗ്യാസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ വളരെയധികം ക്ലിയർ ആണ്. ഇദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിന് ഇദ്ദേഹത്തെ ദഹിപ്പിക്കാനും അതിന്റെ പോഷകാംശം അബ്സോർബ് ചെയ്യാനും സാധിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഈ എന്താ പറയുന്നത്, ചില വിരലുകൾക്ക് മാത്രം ഈ നംനെസ് അല്ലെങ്കിൽ ഈ ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ തോന്നുന്നു. അപ്പം ഡീറ്റെയിൽ ഇവാലുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തു. എന്തൊക്കെയാണ്? നമ്മുടെ ഉറക്കം ശരിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? എന്താണ് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കണം. പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കാണും. ഉദാഹരണത്തിന്, ചില ആൾക്കാർ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കും, ഒരുപാട് ലേറ്റ് ആയിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് എങ്ങനെയും പോയാലും നമുക്ക് ഏഹ്, ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കഴിച്ച ഉടനെ കയറി കിടക്കും. അപ്പം നമ്മുടെ ദഹന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരിക്കലും നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റത്തിനൊന്നും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. തലച്ചോറീന്ന് സിഗ്നൽസ് വന്നാണ് നമ്മുടെ ദഹനം നടക്കുന്നത്, അല്ലേ? അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണം എന്താണ്? നമ്മളിപ്പം പെട്ടെന്ന് ഞാനൊരു ടേസ്റ്റി ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ഓർമ്മ വരും. നിങ്ങളുടെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങും. നമ്മുടെ വയറൊക്കെ റെഡിയാവും ആ ഫുഡ് കഴിക്കാനായിട്ട്, അല്ലേ? അപ്പം ഇതൊരു സെഫാലിക് ഫേസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു തലച്ചോറിന്ന് വരുന്ന സിഗ്നൽസ് നമ്മുടെ വയറിനെയും നമ്മുടെ ചെറുകുടലിനെയും റെഡിയാക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്താണ്? ഭക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കണം. എൻസൈംസും ഗ്യാസ്ട്രിക് സെക്രീഷൻസും എല്ലാം വെച്ച് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രക്രിയ നോർമലായിട്ട് നടക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിഗ്നൽ എന്താണ്? രാത്രിയായി നമുക്ക് ഉറങ്ങണം, നമ്മൾ കയറി കിടന്നു. പക്ഷേ തലച്ചോറിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇവിടെ ഡൈജഷൻ നടത്തിയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടുന്ന രീതിയിൽ ഒരു ദഹന പ്രക്രിയ അവിടെ നടക്കില്ല. അപ്പം ഇത് നമുക്കൊരു ദുഷിച്ച ഒരു ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞ ആമം എന്ന് പറയും. അതായത് അൺഡൈജസ്റ്റഡ് ഫുഡായിട്ട് അവിടെ കിടക്കുന്നു. ഇത് നമുക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേറെ ചില ഇമ്മ്യൂണിറ്റി പ്രതിരോധത്തെ ട്രിഗർ ചെയ്യുകയും അത് നമുക്ക് വേറെ ചില അസുഖങ്ങളായിട്ടും ഭവിക്കുന്നു. ഒരുപാട് ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് പലപ്പോഴും ഇങ്ങനെ ഒരു പ്രോസസ്സിന്ന് ട്രിഗർ ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ. അപ്പോൾ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ട് ഒഴിവാക്കണം.
അപ്പോൾ നമ്മൾ എത്ര നേരം മുമ്പേ നമ്മൾ കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മേജർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോൾ പല ആൾക്കാരും എന്നിട്ട് ചോദിക്കും, "അയ്യോ! അത്രയും നേരത്തെ കഴിച്ചാൽ വീണ്ടും എനിക്ക് വിശക്കില്ലേ?" നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കില്ല. ഇനി ചില ആൾക്കാര് അവർക്ക് ഈവനിംഗ് വളരെ ഹെവി ആയിട്ട് വിശക്കുന്നില്ല. എങ്കിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുക. കിടക്കുന്നതിന് കുറച്ച് മുമ്പേ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക്. ഉം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ ടീ, ഒരു സൂതിങ് ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. അപ്പൊ അത് നമ്മുടെ ഉറക്ക പ്രോസസ്സിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കേസ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നതിന് 2 കാരണം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിനെക്കാട്ടിലും അദ്ദേഹത്തിന് ഈ കാലിലെ തരിപ്പായിരുന്നു അദ്ദേഹത്തിന് ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്തത്. അപ്പോൾ ഈ കാലിലെ തരിപ്പ് ഡെഫിനിറ്റ്ലി അഡ്രസ്സ് ചെയ്യണം. ഇതെങ്ങനെ വന്നു? ഈ കാലിലെ തരിപ്പ് വരാനുള്ള കാരണം തന്നെ ഈ ഭക്ഷണക്രമം ശരിയല്ലായിരുന്നു. അപ്പൊ ഫുഡ് കഴിക്കും. പലപ്പോഴും രാത്രി എഴുന്നേറ്റിരിക്കാൻ വേണ്ടി ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കോഫി കുടിക്കുന്നു. അല്ലെങ്കില് എന്താ പറയുന്നെ, ഇപ്പം നമ്മുടെ നെറ്റ്‌ഫ്ലിക്സ്, ആമസോൺ പ്രൈമിന്റെ ട്രെൻഡാണ് അല്ലേ? ഒടിടി പ്ലാറ്റ്ഫോംസ് വന്ന ശേഷം നമ്മൾ ലേറ്റ് ആയിട്ട് ഇരുന്ന് ടിവി കാണും. എസ്പെഷ്യലി നമ്മള് അതിന്റെ കൂട്ടത്തിൽ ബിഞ്ച് വാച്ചിങ്, ബിഞ്ച് ഈറ്റിങ് അല്ലേ? നമ്മൾ കുറേ ഇരുന്ന് ഒരു സീരീസ് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ അതിന്റെ എല്ലാ എപ്പിസോഡും കണ്ടാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് രാത്രി എഴുന്നേറ്റിരിക്കാൻ വേണ്ടി നമ്മളപ്പോൾ അതിനിടയ്ക്ക് ഡെഫിനിറ്റ്ലി നമ്മളിത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഈസ് എക്സൈറ്റഡ്, ആക്റ്റീവ്. അപ്പം അത് ശ്രദ്ധിച്ചിരിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പോപ്കോൺ, ചിപ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും കഴിക്കുന്നു. അപ്പം നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് ഉറങ്ങണം എന്ന് ശരിക്കും പ്രകൃതിയിൽ എന്താണ് നമ്മുടെ സൺഡൗൺ ആയി കഴിഞ്ഞാൽ, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെലറ്റോണിൻ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യും, ഒരു ഹോർമോൺ. അപ്പോൾ അത് എല്ലാ ഓർഗൻസിനെയും ഷട്ട് ഡൗൺ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ലൈറ്റ് ഓഫ് ചെയ്യും, എല്ലാ ഡോറുകളും അടച്ചിടും, എന്നിട്ട് പൂട്ടിയിട്ട് പോകും. ദാറ്റ് മീൻസ് ഇറ്റ്സ് ക്ലോസ്ഡ്. പക്ഷേ നമ്മുടെ തലച്ചോറിന് ആ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷനോടുകൂടെ നമ്മൾ കാണുന്നു. പിന്നെ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് ആക്കുകയാണ്. ഉറങ്ങുവാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ നമ്മളപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു, നമ്മൾ ആക്റ്റീവാണ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ വേക്കിംഗ് അപ്പ് ആൻഡ് ബീങ് അലേർട്ട് ആൻഡ് നാച്ചുറൽ ടെൻഡൻസി ടു സ്ലീപ്പ്. മൂന്നാമത്, അപ്പോൾ നാച്ചുറലി നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഈവൻ പകലാണെങ്കിൽ പോലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എല്ലാം ഡീറേജ്ഡ് ആവും. കാരണം ഇൻസുലിൻ ആക്ടിവിറ്റി, നമ്മൾ ഈ ഉറക്കം, ഈ എല്ലാ ഹോർമോൺസും മെലറ്റോണിൻ, ഇൻസുലിൻ, കോർട്ടിസോൾ, തൈറോയിഡ് ഹോർമോൺസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ഡീറേജ്ഡ് ആയാൽ മറ്റേതും ഡീറേജ്ഡ് ആവും. സ്വാഭാവികമായിട്ട് നമ്മുടെ ദഹന പ്രക്രിയ, ഫുഡ് അബ്സോർബ് ചെയ്യുന്നത്, അത് ഡൈജസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം മോശമാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് കുറച്ച് ഗ്യാസ് ട്രബിളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമ്മള് നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം നമുക്ക് ആസിഡ് സെക്രീഷൻ കൂടുതലുണ്ട്. നമുക്ക് ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. വയറിനകത്ത് ഒരു എരിച്ചില്, ഒരു പുകച്ചില് വരും. കാരണം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വയറിന് റെസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തിന് ഒന്നും തന്നെ റെസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു എറാറ്റിക് ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ആ ഉറക്കത്തിനെ നമ്മൾ പിന്നെ ക്യാച്ചപ്പ് ചെയ്യണം. അതായത് ഒരു ഡീസന്റ്ലി ഒരു 6-8 ഹവേഴ്സ് നമുക്ക് ഉറങ്ങാൻ സാധിക്കണം. ഇനി ഉറക്കം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എന്താ പറയുക, ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനിറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ളൊരു കോമ്പൻസേഷൻ പിറ്റേ ദിവസം നമ്മൾ ചെയ്തിരിക്കണം. അപ്പം രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കുന്ന ആളാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നിൽ ഉറങ്ങി വീണ്ടും ആ നോർമൽ സൈക്കിളിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ. ഈ ഒരു പ്രക്രിയ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേഷൻ കൂടും, ഫ്രീ റാഡിക്കൽ ഡാമേജ് കൂടും. അത് നമ്മളെ നെഗറ്റീവായിട്ട് പല അസുഖങ്ങളും വരാനായിട്ട് കാരണമാകും. ഇനി അസുഖമില്ലാത്തവരാണെങ്കിൽ അസുഖങ്ങൾ വരും. അസുഖമുള്ളവരാണെങ്കിൽ അവരുടെ അസുഖങ്ങളെ കൂടുതൽ മോശം ആക്കും. അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രഷൻ സ്പീഡിൽ നമുക്ക് സെൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെയാണ്, ഇപ്പം നമുക്കൊരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ പിറ്റേ ദിവസത്തെ ഭക്ഷണം വളരെ ലൈറ്റ് ആക്കണം. ഒരുപാട് ഹെവി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന ഉടനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുകയല്ല. വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളൊരു മീൽ കഴിക്കുക. കാരണം നമ്മൾ വീണ്ടും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഡൈജഷൻ നടക്കില്ല. അപ്പം ചെറിയൊരു ബോയിൽഡ് വെജിറ്റബിൾസോ അങ്ങനത്തെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മളെപ്പോഴും ബോയിൽഡ് വെജിറ്റബിൾസിന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ റെയിൻബോ ഫുഡ് എന്ന് പറയും. അതായത് എല്ലാ കളറിലെ വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ അത്രയും പോഷകാംശം നമുക്ക് കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ കളർ എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ആണ്. ഈ പിഗ്മെന്റ്സിന് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, അതായത് ന വളരെ മോശപ്പെട്ട ഓക്സിജൻ ഉണ്ടാകുന്ന ഓക്സിജൻ സ്പീഷീസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും, അല്ലെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയും, ROS. ഇതിനെ
അബ്സോർബ് ചെയ്യാനും ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പിഗ്മെന്റ്സ് ആണ് പലപ്പോഴും ഈ കളേഴ്സ്. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫുഡ് തന്നെ, വെജിറ്റബിൾസ് തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്, ഇനി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന അവസ്ഥയിൽ വേറെ നമ്മൾ ചെയ്യേണ്ടതെന്ന്, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല ഫ്രഷനപ്പ് ആയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു മീല് കഴിച്ചു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങുക. എന്നിട്ട് പിന്നെ നല്ലൊരു ഉറക്കം കിട്ടിയ ശേഷം സാധാരണ റുട്ടീൻ ഫുഡ് ഹാബിറ്റ്സിലേക്കും ലൈഫ് സ്റ്റൈലിലേക്കും വരിക. മൂന്നാമത്, ഈ ഉറങ്ങാതിരിക്കാൻ നമ്മൾ പലപ്പോഴും കാപ്പി കുടിക്കുക, ചായ കുടിക്കുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രീൻ ടീയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ബോഡീനെ റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രെച്ചസ് ചെയ്യാം, ബ്രീതിങ് എക്സർസൈസസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കെഫീൻ കാരണമുള്ള ഒരു ഓവർ സ്റ്റിമുലേഷൻ നെർവസ് സിസ്റ്റത്തിനുള്ളത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നോർമൽ ഡൈജഷനിലേക്ക് വരാൻ വേണ്ടി താമസം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഫുഡ് ലൈറ്റ് ആയിരിക്കണം. അപ്പം ഒരുപാട് ഓയിലി ഫുഡ്, ഹെവി ഫുഡ്, നട്ട്സ് എല്ലാം പിറ്റേ ദിവസം വേണ്ട. അതൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പം ഉറക്കം അളച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ കഴിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൂടുതലും എന്താ പറയുന്നത്, ചോറൊക്കെ കഴിക്കാം, പക്ഷെ അളവ് കുറച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾസ് ആയിട്ട് തന്നെ കഴിക്കുക. സൂപ്പ് വളരെ നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഞരമ്പിൻ്റെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഡെഫിനിറ്റ്ലി ഒരു ന്യൂറോപ്പത്തിയുടെ സിംപ്റ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ന്യൂറോപ്പത്തി എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്? ഒന്നുകിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ അണ്ടർലൈൻ കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിസ്, അല്ലെങ്കിൽ വേറെ നെർവ് ഡാമേജ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ. പലപ്പോഴും ന്യൂറോപ്പത്തീസ് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ചും ഉള്ള സമയത്ത് അത് പിന്നീട് ഒരു ന്യൂറോപ്പത്തി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡെഫിനിറ്റ്ലി അണ്ടർലൈൻ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഉറക്കം ഉളയ്ക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഉറക്കം ഉളച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മളൊന്ന് മനസ്സ് റിലാക്സ് ആയിട്ട് നമ്മൾ ക്യാമോമിൽ ടീ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് നമ്മുടെ സിസ്റ്റത്തിനെ ഒന്ന് കാം ഡൗൺ ചെയ്യും. അപ്പോൾ എലിവേറ്റഡ് ആയിട്ടുള്ള കോർട്ടിസോൾ ലെവൽസും അങ്ങനത്തെ കുറച്ച് സ്ട്രെസ് ഹോർമോൺസിനെയും കാം ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് എന്താ പറയുന്ന ഒരു ചെറിയ ചെറിയ ടിപ്സാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ, നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും വേറെ എന്തെങ്കിലും അസുഖം കാരണം, ഫോർ എക്സാമ്പിൾ സ്ലീപ്പ് ആപ്നിയ, അതായത് രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, നമ്മുടെ കാല് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഉറക്കത്തിനിടയിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ശ്വാസം കിട്ടുന്നില്ല രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അമിതമായ വേദനയുണ്ട്. അതൊക്കെ ഡെഫിനറ്റ്ലി എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യണം. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഉറക്കം ഡിലേഡ് ആവുന്ന സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ച് ഉറക്കം വീണ്ടെടുക്കാനും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കും. താങ്ക് യു.